ഹായ് ഓൾ. സിവിൽ എഞ്ചിനീയറിംഗിൽ ബിടെക് അല്ലെങ്കിൽ BE കംപ്ലീറ്റ് ആക്കിയവരാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നമുക്ക് ഇന്ന് തരാനുള്ളത്. മറ്റൊന്നുമല്ല, LSGD ഡിപ്പാർട്ട്മെന്റിൽ, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് ഈ മാസം അവസാനം വരാനുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ 16-ാം തീയതി PSC ഒരു യോഗം കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് ഈ മാസം അവസാനം തന്നെ ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ പുറത്തുവിടണം എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം നമുക്കറിയാം, ഈ പറഞ്ഞ BTech BE ഒക്കെ കംപ്ലീറ്റ് ആക്കിയവർ, സിവിൽ ഗ്രാജുവേറ്റ്സ്, സിവിൽ BTech BE കംപ്ലീറ്റ് ആക്കിയവർക്ക് ഒരു ഗവൺമെന്റ് ജോബ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാട്ടിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ലൊരു ജോലിയാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയുന്നത്. അത് സാലറി വൈസ് ആണെങ്കിലും അല്ലാതെ ആ ഒരു ജോബിൻ്റെ ഒരു നേച്ചറും ഒക്കെ വെച്ച് നോക്കുമ്പോഴും നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല ഒരു പോസ്റ്റാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ എന്ന് പറയുന്നത്. ഞാൻ പറയാതെ തന്നെ അറിയാം, നിങ്ങളത് പലരും വളരെ ആഗ്രഹത്തോടു കൂടി നമ്മൾ ഈ എക്സാമിനൊക്കെ വേണ്ടി കാത്തിരിക്കുന്നതുമാണ്. ഓക്കെ, അപ്പം ഈ ഒരു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ പുറത്തു വരുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് എന്തായിരുന്നു എന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പം നോക്കുക, ഇത് ലാസ്റ്റ് വിളിച്ചത് 2020 കാറ്റഗറി നമ്പർ 125/2020 കാറ്റഗറി നമ്പർ വെച്ചിട്ട് വിളിച്ചതാണ്. അന്ന് ചോദിച്ചിരിക്കുന്ന ക്വാളിഫിക്കേഷൻ നമുക്കറിയാവുന്ന തന്നെ ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഓർ എനി അതർ ക്വാളിഫിക്കേഷൻ റെക്കഗ്നൈസ്ഡ് ആസ് ഇക്വലന്റ്. അതായത് നമ്മുടെ BTech ആണ്, BTech അല്ലെങ്കിൽ BE ഇൻ സിവിൽ. ഓക്കെ, അതാണ് നമുക്ക് ചോദിക്കുന്നത്. അത് 60% മാർക്ക് അങ്ങനൊന്നുമില്ല. ക്വാളിഫിക്കേഷൻ ഇത് കംപ്ലീറ്റ് ആയിരിക്കണം, ഡിഗ്രി കംപ്ലീറ്റ് ആയിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. അവിടുത്തെ സ്കെയിൽ ഓഫ് പേ 39,500 മുതൽ 83,000 വരെയാണ് സ്കെയിൽ ഓഫ് പേ. വളരെ നല്ലൊരു സ്കെയിൽ ഓഫ് പേ ആണ്, നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 18 മുതൽ 36 വരെയായിരുന്നു ഏജ് ലിമിറ്റ്. ഇത് 3 to 5 years നമ്മുടെ കാറ്റഗറി ഒക്കെ അനുസരിച്ച് 3 to 5 years ഏജ് റിലാക്സേഷനും അവിടെ നമുക്ക് ലഭിക്കുന്നതാണ് എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക. അപ്പോൾ ഇത് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആയിരുന്നു. അടുത്തായിട്ട് നമുക്ക് ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസ് ആണ് നോക്കാനുള്ളത്. ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും DOE ഡേറ്റ് ഓഫ് എഫക്ട്. ഈ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 21/4/2022 അതുപോലെ കട്ട് ഓഫ് വന്ന് 48.33. കുഴപ്പമില്ലാത്തൊരു കട്ട് ഓഫ് ആണ് വന്നിരിക്കുന്നത്. അപ്പം ഈ പ്രാവശ്യം നമുക്ക് ഈ ഒരു കട്ട് ഓഫ് ആയിരിക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം എക്സാമിൻ്റെ നിലവാരം ഓരോ പ്രാവശ്യവും കൂടി വരുന്നുണ്ട്. അപ്പം നമുക്കത് ഓരോ എക്സാമുകൾക്ക് നമുക്ക് ഒരു പൾസ് അറിഞ്ഞ് വേണം നമ്മളത് പ്രിപ്പയർ ചെയ്യാൻ. അതിൽ എന്തുമാത്രം കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, എന്തുമാത്രം സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എത്ര വരുന്നുണ്ട്, മോഡറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എത്ര വരുന്നുണ്ടെന്നൊക്കെ മനസ്സിലാക്കി അതനുസരിച്ച് ഒരു പഠന രീതി വേണം നമ്മൾ കൊണ്ടുവരാൻ. അപ്പം കുഴപ്പമില്ല, ഈ കട്ട് ഓഫ് ഒന്നും നമ്മൾ ഇങ്ങനെ അറിഞ്ഞിരിക്കുന്നതിൽ കാര്യമില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, എക്സാമിൻ്റെ നിലവാരം കൂടുന്നുണ്ട്. നമ്മൾ കുറച്ച് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. കുറച്ച് ഹാർഡ് വർക്കിങ്ങും അതിൽ കൂടുതൽ സ്മാർട്ടായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അപ്പം അതിൽ കഴിഞ്ഞ പ്രാവശ്യം ടോട്ടൽ അഡ്വൈസ് 317 പോയിരിക്കുന്നത്. 317 അഡ്വൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, വളരെ നല്ലൊരു നമ്പർ ഓഫ് അഡ്വൈസ് ആണ് പോയിരിക്കുന്നത്, അതും അസിസ്റ്റന്റ് എഞ്ചിനീയർ പോലുള്ള ഒരു പോസ്റ്റിൽ. അപ്പോൾ ഇത് തന്നെയാണ് ഈ ഒരു പോസ്റ്റിനെ നമുക്ക് കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നത്. നമുക്ക് അത്യാവശ്യം ഒന്ന് പ്രിപ്പയർ ചെയ്ത് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഒരു ജോലിക്ക് കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഏതൊക്കെ റാങ്ക് വരെ നമുക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് എന്നുള്ളത് കാണിക്കുന്ന ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ടെല്ലാം ഞാൻ വായിക്കുന്നില്ല. പക്ഷേ സ്റ്റിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഒന്ന് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഒരു ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, നമ്പർ ഓഫ് വേക്കൻസീസ് കൂടുതലായതുകൊണ്ട് തന്നെ. ഓക്കെ, അപ്പം ഈ കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇനി നിങ്ങൾ എക്സാം വരുമ്പോഴത്തേക്കിന്, അല്ല എക്സാം നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്കിന് അപ്ലൈ ചെയ്യാൻ ഒരിക്കലും വിട്ടുപോകരുത്, പ്രിപ്പയർ ചെയ്യാനും വിട്ടുപോകരുത്. ഒരു ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നാട്ടിൽ നിന്നൊരു ഗവൺമെൻറ് ജോലി, ഒരു സേഫായിട്ടൊരു ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നല്ല സാലറിയോടുകൂടി നല്ല റെപ്യൂട്ടേഷനൊക്കെ കിട്ടുന്ന ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾ കയറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ മിസ്സാക്കരുതാത്ത ഒരു എക്സാമാണ് ഇത്. അതുപോലെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ പോലുള്ള എക്സാമുകൾ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ വിളിക്കും. PWD ഇറിഗേഷൻ പോലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്ക് എക്സാംസ് വരുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾക്ക് അവിടെ ഒരു മുതൽക്കൂട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബാക്കി ഏത് എക്സാമുകളാണ് വരാൻ പോകുന്നത്, ഇനി ഇതിൻ്റെ കൂടെ ഏത് എക്സാമുകളൊക്കെയാണ് എന്നുള്ളതും, അല്ലെങ്കിൽ എങ്ങനെ വേണം ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്നുള്ളതും ഒക്കെ അറിയാൻ വേണ്ടി നിങ്ങൾക്കായിട്ട് നമ്മളൊരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ വെബിനാർ എന്ന് പറയുന്നത് ലൈവ് വെബിനാർ ആയിരിക്കും. അതിൽ നമ്മുടെ സബ്ജക്റ്റ് എക്സ്പേർട്ട് ഈ ഒരു പോസ്റ്റിനെ പറ്റി കൂടുതൽ പറയാൻ, ആധികാരികമായിട്ട് പറയാൻ അറിയാവുന്നവരും, അതുപോലെ തന്നെ മറ്റുള്ള ഏതൊക്കെ എക്സാമുകളാണ് വരാനിരിക്കുന്നത് എന്നുള്ളതുമൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടി നമ്മളൊരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വെബിനാറിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ അനൗൺസ് ചെയ്യാം. എന്തായാലും നിങ്ങൾ അത് ഇപ്പം തന്നെ നിങ്ങൾക്ക് വെബിനാറിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, താഴെ കാണുന്ന
ഗൂഗിൾ ഫോമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാം. അതുപോലെ നമ്മുടെ കോഴ്സ് LSCD AE അതുപോലെ ഓവർസിയർ ഗ്രേഡ് 1ൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അതൊരു മറ്റു വീഡിയോയിലൂടെ ഞാൻ പറയാം. അപ്പോൾ ഈ 2 പോസ്റ്റുകൾക്കും വേണ്ടിയുള്ള നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ, ലൈവായിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ആലോചിക്കുക, ലൈവ് ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ റെക്കോർഡ് ക്ലാസ്സുകൾ ലഭിക്കും, നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ ലഭിക്കും, നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സുകൾ ലഭിക്കും, നിങ്ങൾക്ക് നോട്ട്സും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും, ടെസ്റ്റുകളൊക്കെ എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും, ഒരു മെൻറ്റർഷിപ്പ് കാണും, ഒരു മെൻറ്ററിൻ്റെ സപ്പോർട്ട് കാണും, ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി കാണും. അപ്പം നിങ്ങൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ കൂടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കോഴ്സുകളോ എല്ലാം ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ ലൈവ് ക്ലാസ്സുകളും ഓൺലൈൻ ക്ലാസ്സുകളും നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായിരിക്കും എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അതുപോലെ നേരിട്ടുള്ള ക്ലാസ്സുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ നമ്മൾ AE ലെവൽ ഓഫ്ലൈൻ ക്ലാസ്സുകൾ നമ്മൾ അടൂര് നമുക്ക് ഓഫ്ലൈൻ സെൻറ്റർ ഉണ്ട്, അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓൾറെഡി ഓവർസിയറിൻ്റെ ക്ലാസ്സുകളൊക്കെ പോകുന്നുണ്ട്. അപ്പം ഇത് നോട്ടിഫിക്കേഷൻ വരുന്ന മുറയ്ക്ക് നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സുകൾ അടൂര് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഈ കോഴ്സിനെ പറ്റി കൂടുതലൊക്കെ അറിയാൻ താല്പര്യമുള്ളവർക്കും താഴെ കാണുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ഗൂഗിൾ ഫോമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളുടെ പ്രത്യേകം ഞാൻ പറഞ്ഞല്ലോ, ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളാണ്. ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് കാണും, മോക്ക് ടെസ്റ്റും മോഡൽ ടെസ്റ്റും എല്ലാം കാണും. നമുക്കറിയാം അങ്ങനെ മാക്സിമം ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ കണ്ട് MCQs ഒക്കെ ഡിസ്കസ് ചെയ്ത് പോയാലേ നമുക്ക് ഇപ്പം എക്സാം ഒന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ തരുന്നതായിരിക്കും. കാര്യം നിങ്ങൾക്ക് റീസെൻ്റ് ആയിട്ടുള്ള ഇത് നോക്കിയാൽ മനസ്സിലാവും, നമ്മുടെ ടോപ്പ് റാങ്കുകളെല്ലാം നമുക്ക് വാട്ടർ അതോറിറ്റി AE പോലുള്ള എക്സാമുകൾ, അതുപോലെ LSCD ലാസ്റ്റ് ടൈമിൽ നമ്മുടെ ഒരു 3rd റാങ്ക്, അതുപോലെ ഇപ്പോഴത്തെ റീസെൻറ്റ് എക്സാംസിലെല്ലാം നമുക്ക് ഫസ്റ്റ് റാങ്കുകളൊക്കെ നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ സ്റ്റുഡൻസാണ് നേടിയെടുക്കുന്നുള്ള നമ്മുടെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പം ആ ഒരു രീതിയിലെ അപ്രോച്ചാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നതെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ എന്തായാലും നോട്ടിഫിക്കേഷൻ വരുന്ന മുറയ്ക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ മറന്നു പോകരുത്. നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്കിന് ബാക്കി ഡീറ്റെയിൽസൊക്കെ നമുക്ക് കൂടുതൽ അവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും താങ്ക്സ്.